മോനെ ബാബു, ഒന്ന് വേഗം വരൂ. പൂജ കഴിയുന്നതിന് അമ്പലത്തിലെത്തണം. ഇയാൾ എവിടെ പോന്നു? അനിയൻ വിളിച്ചിട്ടാ. വേണ്ട വേണ്ട, ഇയാൾ ഇവിടെ തന്നെ നിന്നാ മതി. ചേട്ടന് അമ്പലത്തിൽ തൊഴണ്ടേ അമ്മേ? ഓ, ഇനി അമ്പലത്തിൽ തൊഴാത്ത കുറ്റമേ ഉള്ളൂ. ബാബു ഇങ്ങോട്ട് കയറൂ. ചേട്ടനില്ലെങ്കിൽ ഞാനും വരുന്നില്ല. നിന്റെ ഒരു ചേട്ടൻ, ഇവന്റെ കൂട്ടുകാരനും അത് ഇത്ര വർഷമായത്. അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി വന്നിരിക്കുന്നു. ഇങ്ങോട്ട് കയറാം. ചേട്ടാ കേറിക്കോ, ചേട്ടാ കേറിക്കോ, ചേട്ടാ കേറിക്കോ. നിങ്ങളൊരു സ്ത്രീയാണ്. ദൈവത്തിന്റെ മുന്നിലും എന്റെ കുഞ്ഞിനെ അകറ്റി നിർത്താൻ ശ്രമിച്ചു അല്ലേ? ആ ദൈവം ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ള കാര്യം ഓർമ്മിച്ചോളൂ. പോയി പ്രാർത്ഥിച്ചിട്ട് വാ. വാ മോനെ. മോനെ മാമോൻ അമ്പലത്തിൽ കൊണ്ടുപോകാം. കൊച്ചിനെ കൊണ്ട് എവിടെ പോകുന്നു? നോക്കി പേടിപ്പിക്കുന്നു. ഇതാണോ മാമ അമ്പലം? ഇത് അമ്പലമല്ല മോനെ, ഇത് ചുടുകാടാണ്. മോനെ, ഇവിടെ ഒരു ദേവിയുണ്ട്. വലിയ ദേവിയാണ്. മോൻ ആ ദേവിയെ തൊഴണം. തൊഴു മോനെ. ലക്ഷ്മി, ഇതാ നമ്മുടെ മോനെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. നീ അവനെ കാണുന്നില്ലേ ലക്ഷ്മി? നമ്മുടെ മോനെ കാണുന്നില്ലേ? അവൻ അനുഗ്രഹിക്കൂ ലക്ഷ്മി, അനുഗ്രഹിക്കൂ. ഇത്രയേറെ നന്ദിയില്ലാത്ത മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എനിക്ക് മാപ്പ് തരൂ ലക്ഷ്മി, മാപ്പ് തരൂ. മാമനിപ്പോ ആരോടാ വർത്തമാനം പറഞ്ഞത്? ഞാൻ എന്റെ ലക്ഷ്മിയോട് സംസാരിക്കുകയാണ് മോനെ. ലക്ഷ്മി ആരാ? എന്റെ മോനെ പ്രസവിച്ച അമ്മ. മാമന്റെ മോനിപ്പോ എവിടെയാ? എന്റെ മോൻ, എന്റെ മോൻ, എന്റെ മോൻ എന്നിൽ നിന്നും മറന്നുപോയി പോലെ, അകന്നുപോയി. മാമൻ എന്തിനാ കരയുന്നത്? മാമൻ കരഞ്ഞാ എനിക്കും കരച്ചിൽ വരും. അയ്യോ, കരയാതെ മോനെ. എന്റെ മോനെ ഞാൻ ഒരിക്കലും കരയിക്കില്ല. കരയിച്ചാൽ എന്റെ ലക്ഷ്മി അത് സഹിക്കില്ല മോനെ, സഹിക്കില്ല. കരയാതെ മോനെ, കരയാതെ. അവൻ രാജേഷിനെ കൊണ്ടുപോകുന്നത് അമ്മാവൻ കണ്ടു എന്ന് പറയുന്നു. ഒന്നുകിൽ അമ്മാവൻ അവനെ തടയണമായിരുന്നു, അല്ലെങ്കിൽ എന്നെ വിളിക്കണമായിരുന്നു. ഇത് രണ്ടും ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതാ. പക്ഷെ അവന്റെ ആ നോട്ടം ഉണ്ടല്ലോ, ഞാൻ കിടുങ്ങിപ്പോയി. കത്തുന്ന നോട്ടം. അന്നേ അവനെ പറഞ്ഞയക്കേണ്ടതായിരുന്നു. ഞാനത് ചെയ്തില്ല. ഇന്നവൻ കുട്ടിയും കൊണ്ട് ഇവിടെ പോയിരിക്കുന്നു. ഇതിലെന്തോ അപകടമുണ്ട്. അതിപ്പോഴേ മനസ്സിലാക്കുന്നുള്ളൂ. ഇവന്റെ ഭാര്യ പണ്ട് ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ശ്രമം നടത്തിയതാ. അന്ന് ഞാനാ ചെന്ന് തടഞ്ഞത്. ഇപ്പതേ അവൻ തുടങ്ങിയിരിക്കുന്നു. രാജേഷിനെ കൊന്നിട്ട് ഇവർക്കെന്ത് വേണം? അയ്യോ, അത് മനസ്സിലായില്ലേ? സ്വത്ത്. നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ ഇവിടുത്തെ സ്വത്തിന്റെ ഒരു ചെറിയ ഓഹരിയെങ്കിലും അവനും കിട്ടാതിരിക്കില്ലല്ലോ. ദേവദാസ് അവനെ സ്വന്തം അനിയനെ പോലെയല്ലേ കണക്കാക്കിയിരിക്കുന്നത്. സൗകര്യം കിട്ടിയാൽ അവൻ ദേവദാസിനെയും തട്ടും, സൗകര്യം കിട്ടാഞ്ഞിട്ടാ. ഏതായാലും ഞാൻ പോലീസിൽ വിവരം അറിയിക്കാൻ പോകും. ആ, കുട്ടിയെ കിട്ടണമെങ്കിൽ അങ്ങനെ വല്ലതും ചെയ്യാൻ നോക്കും. കുട്ടി എവിടെ കൊണ്ടുവരുന്നു? ആരോടും പറയാതെ കുട്ടി എവിടെ കൊണ്ടുവരുന്നു എന്നാണ് ചോദിച്ചത്. കൊച്ചമ്മയും ബാബുമോനും കൂടി അമ്പലത്തിൽ പോയപ്പോ രാജേഷ് മോനെ കൊണ്ടുപോയില്ല. അതുകൊണ്ട് ഇവനെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ നിന്നോട് ആര് പറഞ്ഞു? ഞങ്ങൾ ചുടുകാട്ടി പോയതാണച്ചാ. ചുടുകാട്ടില്ലോ? ഇപ്പൊ ഞാൻ പറഞ്ഞ എങ്ങനെ ഇരിക്കണം? കൊല്ലാൻ വേണ്ടി ചുടുകാട്ടി കൊണ്ടുപോയി. രാജേഷിന് നല്ല കാലം കൊണ്ട് അവിടുന്ന് തപ്പി പഴിച്ചു പോകും. ഈ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്നത് നിങ്ങളൊക്കെയാണ്, ഞാനല്ല. എന്തു പറഞ്ഞാ? നന്ദി കേട്ടവൻ. കുഞ്ഞിനെ ചുടുകാട്ടിൽ കൊണ്ടുപോയതും പോരാ, ധിക്കാരം പറയുന്നു. ഇനി നീ ഇവിടെ ജോലി ചെയ്യണ്ട. ഇന്നിറങ്ങണ ഈ വീട്ടിൽ നിന്ന്. നീ ഇപ്പോ പഴയ ശ്രീധരനല്ല. ഇല്ല, ഞാനിപ്പോഴും പഴയ ശ്രീധരൻ തന്നെ. നിങ്ങൾ എല്ലാരും കൂടി എന്നെ മറ്റൊരു ശ്രീധരൻ ആക്കാതിരുന്നാൽ മതി. നിന്ന് പ്രസംഗിക്കാതെ പോരാളി. ഇനി കാമ്പൗണ്ടിൽ കണ്ടുപോയാൽ അന്നാണ് അറിയാൻ പോകുന്നത്.
ഇറങ്ങാ പുറത്ത്. പോകാൻ. അച്ഛ, മാമനെ പറഞ്ഞേക്കല്ലേ അച്ഛ. മാമ 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 സാവിത്രി, സാവിത്രി, രാജേഷ് എവിടെ? നീ ആയിരുന്നു ഈ ചെയ്തത്? എന്റെ കുഞ്ഞിനെ മോഷ്ടിച്ച് നീ എവിടെ കൊണ്ടുപോയിരുന്നു? ജീവൻ വേണമെങ്കിൽ സത്യം പറ. ഞാൻ സത്യം പറയാം മുതലാളി. രാജേഷ് മുതലാളിയുടെ കുഞ്ഞല്ല, എന്റെ കുഞ്ഞാണ്. എന്ത് പറഞ്ഞു? എന്റെ കുഞ്ഞിനെ നിന്റെ കുഞ്ഞെന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടായോ? അഹ്യപ്പെടുത്തുന്നു. അയ്യോ വേണ്ട, ഇനി അവരൊന്നും ചെയ്യണ്ട. അവൻ പൊയ്ക്കോട്ടെ. ആ ലക്ഷ്മി മരിച്ചതിന് ശേഷം അവന്റെ ബുദ്ധിക്ക് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. അവനെ വിട്ടേക്കൂ. കൊച്ചമ്മേ, എന്റെ ബുദ്ധിക്ക് താരാളൊന്നുമില്ല, നിങ്ങളുടെ ബുദ്ധിക്കാണ് തകരാറ്. നന്ദി കെട്ട വർഗം. എന്ത് പറഞ്ഞോ? അയ്യോ വേണ്ട, അവനെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല. അവന് ഭ്രാന്താണ്. ഇവനെ പുറത്താക്കി കേട്ടടയ്ക്ക്. അയ്യോ, എനിക്ക് ഭ്രാന്തില്ല മുതലാളി. മുതലാളി, എനിക്ക് ഭ്രാന്തില്ല മുതലാളി. അയ്യോ എന്റെ കുഞ്ഞ് മുതലാളി, എനിക്ക് ഭ്രാന്തില്ല. അയ്യോ എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. അയ്യോ എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം മുതലാളി. അയ്യോ എന്റെ കുഞ്ഞ്. അയ്യോ അയ്യോ എന്റെ കുഞ്ഞ് മുതലാളി, എനിക്ക് ഭ്രാന്തില്ല മുതലാളി, എനിക്ക് ഭ്രാന്തില്ല. അയ്യോ എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. അയ്യോ അയ്യോ മുതലാളി, എന്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടുതരൂ മുതലാളി. മുതലാളി, അയ്യോ എന്റെ കുഞ്ഞ്.
അയ്യോ 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 എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് അയ്യോ അയ്യോ മോനിവിടെ നിൽക്ക്. ലക്ഷ്മി, നമ്മുടെ മോനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്തുമാത്രം പാടുപെട്ടെന്ന് നിനക്കറിയാമോ? നോക്കൂ ലക്ഷ്മി, നമ്മുടെ മോൻ. മോനെ, ഇതാണ് നിന്റെ അമ്മ. നോക്കൂ മോനെ. ലക്ഷ്മി, എന്നെ ഇവനെ തരാതിരിക്കാൻ വേണ്ടി അവർ പിടിച്ചു വെച്ചു ലക്ഷ്മി. ഞാൻ പറഞ്ഞു ഇവൻ എന്റെ മോനാണ്, എന്റെ ലക്ഷ്മി പ്രസവിച്ച മോനാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എല്ലാം പേടിച്ച് ഓടിപ്പോയി ലക്ഷ്മി. ലക്ഷ്മി, ഇനി ഞാനും മോഹനും നിന്നെ വിട്ടിട്ട് ഒരിടത്തും പോവില്ല ലക്ഷ്മി. മോനെ, നമുക്കിനി അമ്മയുടെ കൂടെ തന്നെ താമസിക്കാം. ആ മോനെ അമ്മയുടെ അടുത്ത് കിടന്ന് കെട്ടിപ്പിടിച്ചങ്ങനെ കിടന്നോ. മോനെ കിടന്നോ. അച്ഛൻ പതപ്പിച്ചു തരട്ടെ. ഞാൻ അച്ഛൻ കൂടെ ഇവിടെ കിടന്നോട്ടെ.